യുവരാഷ്ട്രീയ നേതാവിനെതിരെ ഗുരുതര വെളിപ്പെടുത്തലുമായി നടിയും മോഡലുമായ റിനി ആൻ ജോർജ്. ജനപ്രതിനിധി കൂടിയായ യുവനേതാവ് അശ്ലീല സന്ദേശങ്ങൾ അയക്കുകയും ഹോട്ടലിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. സമൂഹ മാധ്യമങ്ങളിൽ ഇയാളെക്കുറിച്ച് ആരോപണങ്ങൾ വരുന്ന സാഹചര്യത്തിലാണ് തുറന്നു പറയാൻ തീരുമാനിച്ചതെന്നും റിനി. രാഹുൽ മാങ്കൂട്ടത്തിലാണോ യുവനേതാവ് എന്ന ചോദ്യത്തിന് നോ കമൻസ് എന്നായിരുന്നു മറുപടി. 3.5 വർഷം മുമ്പ് സമൂഹമാധ്യമത്തിലൂടെയാണ് റിനി യുവനേതാവിനെ പരിചയപ്പെടുന്നത്. തുടർന്ന് ഇയാൾ അശ്ലീല സന്ദേശങ്ങൾ അയക്കാൻ തുടങ്ങിയതോടെ താക്കീത് നൽകിയെങ്കിലും പിന്നീടും തുടർന്നു. പരാതി നൽകുമെന്ന് പറഞ്ഞതോടെ തന്നേക്കാൾ വലിയ രാഷ്ട്രീയ നേതാക്കൾ പീഡനക്കേസിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. തീർച്ചയായിട്ടും വാൺ ചെയ്യുമല്ലോ. ഞാൻ വാൺ ചെയ്തിരുന്നു, ഫയർ ചെയ്തിരുന്നു, ഉപദേശിച്ചിരുന്നു. ഇങ്ങനെ ഒരു രാഷ്ട്രീയ നേതാവ് ആകാൻ പാടുണ്ടോ എന്ന് ഞാൻ വ്യക്തമായിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു റിപ്ലൈ ആണ് ഞാനിങ്ങനെ സംസാരിക്കാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം. സ്ത്രീപീഡകരായിട്ടുള്ള പ്രമാദമായ സ്ത്രീപീഡന കേസിൽ അകപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാർക്ക് എന്ത് സംഭവിച്ചു എന്നൊരു ചോദ്യം ചോദിച്ചു. അതിൽ സത്യത്തിൽ ഞാൻ കിടങ്ങിപ്പോയി. ശരിയല്ലേ എന്ന് ഞാൻ ആലോചിച്ചു. സമൂഹ മാധ്യമങ്ങളിൽ ഇയാളെക്കുറിച്ച് പല ആരോപണങ്ങളും വരുന്ന സാഹചര്യത്തിലാണ് തനിക്കുണ്ടായ മോശം അനുഭവങ്ങൾ തുറന്നു പറയാൻ തീരുമാനിച്ചത്. ഞാനതൊരു ചെറുപ്പക്കാരൻ അങ്ങനെ മെസ്സേജ് അയച്ചു, അത് ഇഗ്നോർ ചെയ്യാമെന്നുള്ള രീതിയിൽ തന്നെയാണ് ചിന്തിച്ചിരുന്നത്. പക്ഷെ പിന്നീട് ഞാൻ റീസെൻ്റ്ലി കുറേ സമൂഹ മാധ്യമങ്ങളിൽ വാർത്തകൾ വരികയും ചിലരിൽ നിന്നുള്ള കൃത്യമായ വിവരങ്ങൾ കിട്ടുകയും ചെയ്തു. അതായത് ഈ വ്യക്തി ഒരു ഹാബിച്വൽ ഒഫൻഡറാണ്. നിരന്തരം സ്ത്രീകൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ള പെരുമാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയപ്പോൾ എനിക്ക് തോന്നി അത് മനഃപൂർവ്വം അങ്ങനെ തീരുമാനിച്ചതല്ല. നമ്മളൊരു ഇൻ്റർവ്യൂ ചെയ്തു. ആ ഇൻ്റർവ്യൂവിൻ്റെ ഇടയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ അനുഭവം ഞാൻ ഷെയർ ചെയ്തതാണ്. ഈ ഫെബ്രുവരി വരെ വാട്സപ്പിൽ ഇയാൾ സന്ദേശങ്ങൾ അയച്ചിരുന്നു. പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവരോട് കാര്യങ്ങൾ പറഞ്ഞു. പരാതിയായി ഇക്കാര്യം ഉന്നയിച്ചപ്പോൾ പല വിഗ്രഹങ്ങളും ഉടഞ്ഞതായും റിനി പറയുന്നു. ഹൂ കെയേഴ്സ് എന്നാണ് എപ്പോഴും ഈ യുവനേതാവിന്റെ മനോഭാവം. യുവനേതാവിൽ നിന്ന് മോശം അനുഭവമുണ്ടായ സ്ത്രീകൾ ഇനിയെങ്കിലും തുറന്നു പറച്ചിലിന് തയ്യാറാകണമെന്നും റിനി പറയുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. അവർക്ക് എല്ലാവർക്കും തന്നെ ബേസിക്കലി ഒരു ഹൂ കെയേഴ്സ് ആറ്റിറ്റ്യൂഡാണ്. ചിലരിപ്പോൾ നമ്മളോട് സ്നേഹത്തോടെ ഒയ്യോ മോളെ എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ സ്നേഹത്തോടു കൂടി പറയാം. പക്ഷെ ബേസിക്കലി എന്ന് പറയുന്ന ഒരു ഹൂ കെയേഴ്സ് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് തന്നെയാണ്. സ്ത്രീകളുടെ വിഷയങ്ങളിൽ പല പ്രമുഖ വ്യക്തികളെന്ന് നമ്മൾ പറയുന്ന, അല്ലെങ്കിൽ വളരെ നല്ല മുഖം എന്ന് പറയുന്നവർ പലർക്കും, അതിപ്പോൾ ഈ രാഷ്ട്രീയത്തിൽ മാത്രമൊന്നുമല്ല, എല്ലായിടത്തും ഉണ്ട് ഇത്തരത്തിലുള്ള ആളുകൾ. അപ്പോൾ നമ്മളൊരു പ്രശ്നം ഉണ്ടായി, ഇങ്ങനൊരു പ്രശ്നം നേരിട്ടു എന്ന് പറയുമ്പം ഹൂ കെയേഴ്സ് എന്നൊരു ആറ്റിറ്റ്യൂഡ് തന്നെയാണ് എല്ലാവരും സ്വീകരിക്കുന്നത്. മോശമായി പെരുമാറിയ യുവനേതാവിന്റെ പേര് ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും റിനി വ്യക്തമാക്കി. ജനം, കൊച്ചി.